ഹലോ ഹലോ, ഞങ്ങൾ TRA നിന്നാണ് വിളിക്കുന്നത്. നിങ്ങളുടെ നമ്പറായ 944 കുറച്ച് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ആയിട്ട് ഡൽഹിയിൽ പിടിക്കപ്പെട്ടിട്ടുണ്ട്. അതിനിത് എൻ്റെ നമ്പർ അല്ലല്ലോ. മാത്രമല്ല ഞാൻ ഡൽഹിയിൽ വന്നിട്ടുമില്ല. എന്നാൽ നമ്മുടെ സിസ്റ്റം അങ്ങനെയല്ല പറയുന്നത്. യു വിൽ ബി ചാർജ് ആൻഡ് നമ്മൾ ഈ കേസ് പോലീസിന് കൊടുക്കും. ഓ അങ്ങനെ ആവട്ടെ. എന്തായാലും 1930 വിളിച്ചിട്ട് സ്കാമിൻ്റെ പേരിൽ നിങ്ങളെ ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ പോവാണ്. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് ഇങ്ങനൊരു കോൾ വന്നു കഴിഞ്ഞാൽ ആരായാലും പേടിക്കും. സ്കാമേഴ്സിന് എത്ര ഈസി ആയിട്ടാണ് നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് കിട്ടുന്നതെന്നുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കി. ഫോട്ടോസ്റ്റാറ്റ് കടകൾ, ഹോട്ടൽ ബുക്കിംഗ് എന്നൊക്കെ പറഞ്ഞ് എത്ര സ്ഥലത്താണ് നമ്മൾ നമ്മുടെ ആധാർ കാർഡ് ഷെയർ ചെയ്യുന്നത്. സ്കാമേഴ്സ് നിങ്ങളുടെ ആധാർ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ അത് മിസ്യൂസ് ചെയ്ത് നിങ്ങളുടെ പേരിൽ സിം കാർഡ് വരെ എടുക്കാൻ പറ്റും. എന്നിട്ട് നിങ്ങളെ ഭയപ്പെടുത്തി ഓരോന്ന് ചെയ്യിക്കാനും. ഇതിൽ നിന്ന് എങ്ങനെ സേഫായിട്ടിരിക്കാം? കണ്ട വശപ്പശക്ക് തോന്നുന്ന, അതായത് വേറെ കൺട്രി കോഡ്സ്, എക്സ്ട്രാ ഡിജിറ്റ്സ് ഒക്കെ വരുന്ന നമ്പറിൽ നിന്ന് വരുന്ന കോളുകൾ ഒന്നെങ്കിൽ ഇഗ്നോർ ചെയ്യുക, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുക. ഇനി അവർ നിങ്ങളെ വിളിച്ച് പേടിപ്പിച്ചാൽ പാനിക് ആവാതെ റിയൽ TRAയിൽ വിളിച്ച് വെരിഫൈ ചെയ്യുക. പിന്നെ എല്ലാ സ്കാമേഴ്സും പറയുന്ന ഡിജിറ്റൽ അറസ്റ്റ്, അങ്ങനെ ഒരു സാധനം ഇല്ല. ഇനി നിങ്ങൾ സ്കാം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ either call 1930 or report it on National Cyber Crime Reporting Portal. Stay alert.